മുട്ട ഒളിപ്പിക്കാൻ കുഴിച്ചപ്പോൾ ഒരു പാത്രം കിട്ടി. ഹേ, ഇത് വളരെ പഴയതാണല്ലോ. തൻ്റെ അപ്പൂപ്പനോ മറ്റോ ഉപയോഗിച്ചതാ. ഇത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ? പാത്രം എറിഞ്ഞു പിടിക്കണ കളിയാണോ? അതല്ലടോ, ഇത് പുരാതനമായ പാത്രമാണെന്ന് പറഞ്ഞ് വിൽക്കാം. പഴയ സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട്, നല്ല വില കിട്ടും. വളരെ പഴയതാ, ഒട്ടേറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പാത്രമാ. ഞാനാ കുഴിച്ചെടുത്ത് വിളിച്ചുണർത്തിയത്. പുരാതനനാ. 10 ഇറച്ചി കഷ്ണം തന്നാൽ പാത്രം തരാം. കലക്കി, ഇതൊരു സ്ഥിരം പരിപാടിയാക്കാവുന്നതാ. ഇനിയും പോയി കുഴിക്കണോ? താൻ വേണ്ട, അതിന് തൊഴിലാളികളെ കണ്ടുപിടി. നമ്മൾ മേൽനോട്ടം മാത്രം മതി. ഇറച്ചി തിന്നാത്തവർ മതി, അല്ലെങ്കിൽ വിറ്റ് കിട്ടുന്നത് പങ്കുവെക്കേണ്ടി വരും. കുഴിക്കണം, കുഴിച്ച് എന്ത് സാധനം കിട്ടിയാലും കൊണ്ടുവരണം. വരാം. വന്നല്ലോ. വല്ലതും കിട്ടിയോ? വല്ലതും കിട്ടിയില്ല, അത് പറയാൻ വന്നതാ. പോയി ഇനിയും കുഴിക്കടോ. കിട്ടിയിട്ടില്ല, അത് പറയാൻ വന്നതാ. അത് പറയാനായിട്ട് ഇനി വരണ്ട, പോയി കുഴിക്കുക. ചേടാ, ബിസിനസ് പൊളിയോ? ദേ, ആ കുഴിക്കഴുത പിന്നെയും വരുന്നു. കിട്ടി, മിടുക്കാൻ. ഇനി നിനക്ക് 2 മിനിറ്റ് വിശ്രമിക്കാം. 150 വർഷത്തെ പഴക്കമെങ്കിലും കാണും. 20 ഇറച്ചി കഷ്ണം തന്നാൽ മതി. എന്താടാ? പാത്രം വേണം. പാത്രോ? അതൊന്നും നീ അന്വേഷിക്കണ്ട, പോ. ഞാനല്ല അമ്മയെ അന്വേഷിച്ചത്. അമ്മയോ? ഭൂമി കുഴിച്ച് കിട്ടിയ പാത്രം എന്തിനാ അമ്മയ്ക്ക്? ഭൂമി കുഴിച്ച് കിട്ടിയത് വെള്ള. അതിങ്ങോട്ട് കൊണ്ടുവരാനാ അമ്മ പാത്രം തന്നത്.